ലേറ്റസ്റ്റ് ആയിട്ടുണ്ടെങ്കിൽ ദിയ സനി ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അതിനകത്തുണ്ടെങ്കിൽ സജിനെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്. ഇപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ ഇത് കണക്ക് ദിയ സനിക്കെതിരെയാണ് ഇത് കണക്ക് സജിനെ വന്നിട്ട് ഓരോരോ കാര്യങ്ങൾ പറയുന്നുണ്ടായിരുന്നു. ഞാൻ കാരണമാണ് ഓരോരോ ഓഡിയോസും കാര്യങ്ങളും വെളിയിൽ വന്നത്, ഞാൻ ഭയങ്കരമായിട്ട് എന്തൊക്കെയോ ചെയ്യുന്നുള്ള രീതിയിലൊക്കെ പറയുന്നുണ്ടായിരുന്നു. പക്ഷേ യഥാർത്ഥത്തിൽ നോക്കിക്കഴിഞ്ഞാൽ ഇതെല്ലാം സജിനയുടെ ഒരു അടവ് തന്നെയാണ്. സജിനയുടെയും അതോടെ തന്നെ റസൂൽ പൂക്കുറ്റിയുടെയും വിഷയമുണ്ടെങ്കിൽ ആൾക്കാർ മറക്കണമെന്നുള്ള ഒരേ ഒരു കാരണം കൊണ്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്തിട്ടുണ്ട്, ഞാൻ അങ്ങനെ ചെയ്തിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഓരോരോ ഇഷ്യൂ ഒക്കെ എടുത്തിടുന്നത്. അതല്ലാതെ വേറെ ഒന്നുമല്ല. അതോടെ തന്നെ ഉണ്ടെങ്കിൽ 17 വയസ്സുള്ള കുട്ടിയുടെ ഉണ്ടെങ്കിൽ ഓഡിയോ വെളിയിൽ വന്നിട്ടുണ്ടായിരുന്നു. ഇതുണ്ടെങ്കിൽ സജിനയ്ക്ക് കിട്ടിയ ഒരു ഓഡിയോ ആയിരുന്നു. അതുകൊണ്ടെങ്കിൽ ഇത് വെളിയിൽ വന്നിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സജിന തന്നെ കൊടുത്തതായിരിക്കും. അതുകൊണ്ടെങ്കിൽ ഇപ്പോൾ വെളിയിൽ വന്നപ്പോൾ ആ കുട്ടി പരാതി കൊടുക്കാൻ പോകുന്നുള്ളൊരു സംഭവം വരുന്നത് കൊണ്ടായിരിക്കും തീർച്ചയായിട്ടും ഈ സജിന വന്നിട്ട് ഞാനാണ് ഇത് ചെയ്തതെന്നുള്ള രീതിയിലൊക്കെ പറയുന്നത്. അങ്ങനെയൊന്നുമല്ല, ഞാനുണ്ടെങ്കിൽ അങ്ങനത്തുള്ള ഒരു കാര്യവും വെളിയിൽ പെട്ടിട്ടില്ല. ഇതുകൊണ്ട് ഈ സജിനയ്ക്ക് കിട്ടിയ ഒരു ഓഡിയോ തന്നെയായിരുന്നു. അതുകൊണ്ട് ഈ സജിനയുടെ കയ്യിൽ നിന്ന് പോയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഉണ്ടെങ്കിൽ അത് സജിന തന്നെ ആയിരിക്കും. കാരണം ഇതുണ്ടെങ്കിൽ മാറ്റിമറിക്കാനും അല്ലെങ്കിൽ ഞാനാ ചെയ്തതെന്ന് വരുത്തി തീർക്കാനും വേണ്ടി ഒരുപാട് കാര്യങ്ങൾ സജിന ശ്രമിക്കുന്നുണ്ട്. അതൊന്നും നടക്കത്തില്ലെന്നുള്ള രീതിയിലായിരുന്നു ദിയ സന പറഞ്ഞിട്ടുണ്ടായിരുന്നത്.